എല്ലാവർക്കും നമസ്കാരം. LGS പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ഒരു സീരീസായിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡെയിലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ചോദ്യങ്ങളും എന്താണ്, പ്രീവിയസ്ലി ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ചോദ്യം പോലും മുൻവർഷ പരീക്ഷകളിൽ ചോദിക്കാത്ത ചോദ്യം നമ്മൾ ഈ ഒരു സീരീസിൽ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഇതുപോലെ തന്നെ 20ഓളം ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, രണ്ട് സംഖ്യകളുടെ തുക 47, അവയുടെ വ്യത്യാസം 43 എങ്കിൽ ഈ സംഖ്യകളുടെ ഗുണനഫലം എത്ര? രണ്ടു സംഖ്യകളുടെ തുക 47 അതുപോലെ വ്യത്യാസം 43 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതെന്ന് സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്തൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സംഖ്യകളുടെ തുക 47 ആണ്, അവയുടെ വ്യത്യാസം 43 ആണ്. അതായത് രണ്ട് സംഖ്യകളുടെ തുകയും അതുപോലെ തന്നെ രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം എന്താണ്, വലിയ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. കൂട്ടത്തിലെ വലിയ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? വലിയ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? എന്താ, തുക എത്ര? 47 അല്ലേ? 47 അല്ലേ? അതിനോട് എന്ത് ചെയ്യുക? വ്യത്യാസം കൂട്ടണം. വലിയ സംഖ്യ ആകുമ്പോൾ കൂട്ടണം. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ നേർപകുതി എടുത്താൽ മതി. എന്താ ചെയ്തത്? രണ്ട് സംഖ്യകളുടെ തുക 47 ആണ്, അവയുടെ വ്യത്യാസം 43 ആണ്. അതിൽ വലിയ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ സംഖ്യകൾ തമ്മിൽ, അതായത് തുകയും വ്യത്യാസവും തമ്മിൽ എന്ത് ചെയ്യണം? വലുത് കാണാൻ വേണ്ടിയിട്ട് കൂട്ടണം. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക. 47 43 കൂട്ടിയാൽ എത്രയാ? 90 ആണ്. 90/2 എത്രയാ? 45. ഓക്കെ ആണല്ലോ? 45. വലിയ സംഖ്യ ഏതാ? 45. വലിയ സംഖ്യ 45 ആണെന്നുണ്ടെങ്കിൽ ചെറിയ സംഖ്യ നമുക്ക് വേറെ എന്ത് ചെയ്താൽ മതി? ഈ തുകയിൽ നിന്ന് കുറച്ചാൽ മതി. അവിടെ നിൽക്കട്ടെ. അല്ലാതെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ചെറിയ സംഖ്യയാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വലിയ സംഖ്യ നമ്മൾ എങ്ങനെ ചെയ്തു? തുക കൂട്ടണം, വ്യത്യാസം ചെയ്തു അല്ലേ? എന്നിട്ട് അതിനെ രണ്ടുകൊണ്ട് ഹരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ സംഖ്യ കാണാൻ എന്താ ചെയ്യാൻ നോക്കിക്കോ. എന്താ ചെയ്യുക? തുക എത്രയാ? 47 അല്ലേ? അതിൻ്റെ എന്ത് ചെയ്യാം? ഇവിടെ കൂട്ടണമാണ്. ചെറുത് കാണാൻ അപ്പം എന്ത് ചെയ്യുക? കുറയ്ക്കണം. 43. തുക കുറയ്ക്കണം, വ്യത്യാസം എത്രയാ? /2. അതുകൂടി ചെയ്യണ്ടേ? /2. എന്താ ചെയ്തത്? ചെറിയ സംഖ്യ കാണാൻ തുക കുറയ്ക്കണം, വ്യത്യാസം. ഓക്കെ ആണല്ലോ? ഇവിടെ കൂട്ടി. വലിയ സംഖ്യ കാണാൻ എന്ത് ചെയ്തു? തുകയും വ്യത്യാസവും കൂട്ടി. ചെറിയ സംഖ്യ കാണാൻ എന്ത് ചെയ്തു? തുകയും വ്യത്യാസവും കുറച്ചു. തുകയിൽ നിന്ന് വ്യത്യാസം കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? 2 കൊണ്ട് ഹരിച്ചു. 47 43 പോയാൽ എത്രയാ? 4/2. എത്രയാണ് ഉത്തരം? 2. അപ്പോൾ നമുക്ക് സംഖ്യകൾ കിട്ടി അല്ലേ? 45 ഒരു സംഖ്യ, 2 ഒരു സംഖ്യ. 45 ഒരു സംഖ്യ, 2 ഒരു സംഖ്യ. അപ്പോൾ നമുക്ക് അവയുടെ ഗുണനഫലം അല്ലേ വേണ്ടേ? എത്ര ഗുണനഫലം? 45 ഗുണിക്കണം എന്ത്? 2. എത്രയാ? 90 അല്ലേ ഉത്തരം? എത്ര ഉത്തരം? ഓപ്ഷൻ സി 90. സിമ്പിളായിട്ട് കണ്ടുപിടിച്ചില്ലേ? ഇതൊന്ന് നമ്മൾ 3 പ്രോബ്ലം പഠിച്ചു അല്ലേ? നമ്മളിവിടെ ഒരു ചോദ്യം ഇതേമാതിരി ഒരു ചോദ്യം തന്നിട്ട് രണ്ട് സംഖ്യകളുടെ തുക 47, അവയുടെ വ്യത്യാസം 43 ആണെങ്കിൽ വലിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? 47 43 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മളോട് ചോദ്യം എങ്ങനെയായിരുന്നു? രണ്ട് സംഖ്യകളുടെ തുക 47, അവയുടെ വ്യത്യാസം 43 എങ്കിൽ ചെറിയ സംഖ്യ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 47 43 കുറച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് എന്താ തന്നത്? ഗുണനഫലം കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സംഖ്യകളും കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ തമ്മിൽ ഗുണിച്ചു. 90 ഉത്തരമായിട്ട് ലഭിച്ചു. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, √7 - √3 ഗുണിക്കണം √7 + √3. നല്ല ചോദ്യം അല്ലേ? ചോദ്യം ഞാനൊന്നെടുത്ത് എഴുതുന്നുണ്ട്. √7 - √3 ഗുണിക്കണം √7 + √3. ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണിക്കണം എന്നാണ് കേട്ടോ. ഈ ബ്രാക്കറ്റും ഗുണിക്കണം എന്നാണ് ഇങ്ങനെ എഴുതിയതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ നോക്കുക, ഇത് ഏത് മോഡലാ? ഇത് പെട്ടെന്ന് ചെയ്യാനൊന്നും കഴിയില്ല. ഇത് ഏത് മോഡലാ? നമുക്കറിയാം. എന്ത്? A + B × A - B മോഡലിലല്ലേ ഇത് എഴുതിയിരിക്കണത്? അല്ലെങ്കിൽ A - B × A + B മോഡലിലല്ലേ? എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല അല്ലേ? A + B × A - B മോഡലിലാണോ ഈ തന്നേക്കുന്നത്? അല്ലേ? A 7 ആണ്, B √3 ആണ്. എന്താണ്? A √7 ആണ്, B √3 ആണ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? A² - B². എന്താണ് പറഞ്ഞിട്ടുണ്ട്? A² - B². ഓർമ്മയുണ്ടല്ലോ? A² - B² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A + B × A - B. അതേപോലെ തന്നെയല്ലേ തന്നിട്ടുള്ളത്?
7 √7 + √3 ഗുണിക്കണം √7 - √3 ആണല്ലോ. എ ഏതാ? √7. ബി എന്താ? √3. എ എന്താണ്? √7 ആണ്. ബി എന്താണ്? √3 ആണ്. ചെയ്യാലോ. എന്താണ് ഇതിൻ്റെ ഉത്തരം? എന്താ വരേണ്ടത്? a² - b² എന്താണ്? √7² -√3². നമുക്കറിയാം √7ന്റെ സ്ക്വയർ എത്രയാ? √7ന്റെ സ്ക്വയർ എത്ര? ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? √5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? √9 വേണ്ട അല്ലേ? √10ന്റെ സ്ക്വയർ എത്രയാണ്? ഇതൊക്കെ എത്രയാണ്? √5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആ ഉള്ളിലുള്ള സംഖ്യ. √10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10. ഇനിയിപ്പോൾ √x² എന്നാണെന്നുണ്ടെങ്കിൽ എന്താണ്? x. അത്രേ ഉള്ളൂ. ആ ഉള്ളിൽ എഴുതിയിരിക്കണത് എന്താ? അതാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ നോക്ക് √7² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എഴുതിയത്? ഉള്ളിലേതാ? 7 അല്ലേ? ആ 7 അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്ക് √3² ഉണ്ട്. അതിന് മുമ്പ് എന്തുണ്ട്? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് അതേപോലെ എടുത്ത് എഴുതുക. ഓക്കെ, ആ മൈനസ് അതേപോലെ എടുത്ത് എഴുതുക. √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? അപ്പോൾ ആ √3ന്റെ ഉള്ളിലുള്ളത് 3 അതല്ല അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂട്ട് ഒഴിവാക്കുക എന്നാണ് സ്ക്വയർ കൊണ്ട് അർത്ഥാക്കുന്നത് അല്ലേ? അപ്പം എന്താ? 3. 7 കുറയ്ക്കണം 3. 7ന്ന് 3 പോലെ എത്ര? നമുക്കറിയാം 4 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാ? ഓപ്ഷൻ ഡി 4 ആണ്. സിമ്പിൾ ചോദ്യമാണല്ലോ. ആകെ പഠിക്കേണ്ട എന്താ? a + b × a - b ഫോമിലാണ് ഇത് എന്ന് മനസ്സിലാക്കണം. ഇത് a + b × a - b ഫോമിലാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? a + b × a - b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? a² - b² ആണെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് പിന്നെ √7ന്റെ സ്ക്വയർ കാണാൻ നമുക്കറിയാം എന്താണ്? 7 ആണ്. √3ന്റെ സ്ക്വയർ കാണാൻ നമുക്കറിയാം എന്താ? അത് 3 ആണ്. അത് തമ്മിലുള്ള വ്യത്യാസം എടുത്തു നമുക്ക് ഉത്തരമായി അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ആദ്യത്തെ 20 നിസർഗ സംഖ്യകളുടെ തുക എത്ര? എന്താ ചോദ്യം? 20 നിസർഗ സംഖ്യകളുടെ തുക എത്ര? നിങ്ങൾക്ക് ഏതൊക്കെ ഇക്വേഷൻ അറിഞ്ഞിട്ടും കാര്യമല്ല. എന്താണ് നിസർഗം എന്നറിഞ്ഞാൽ, എന്താണ് നിസർഗ സംഖ്യ എന്നറിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഏതൊക്കെ ഇക്വേഷൻ അറിഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് എണ്ണൽ സംഖ്യകളുടെ ഇക്വേഷൻ അറിയാം, ഒറ്റ സംഖ്യകളുടെ ഇക്വേഷൻ അറിയാം, ഇരട്ട സംഖ്യകളുടെ ഇക്വേഷൻ അറിയാം, അതിൻ്റെ സ്ക്വയറുകളുടെ കൂട്ടാൻ അറിയാം, അവയുടെ ക്യൂബുകളുടെ ഇക്വേഷൻ അറിയാം. പക്ഷെ എന്താണ് നിസർഗ സംഖ്യ എന്താണെന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം എന്താണ് ഈ നിസർഗ സംഖ്യ എന്ന് പറയുന്നത്? നിസർഗ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല. എന്താണത്? എണ്ണൽ സംഖ്യകളെ വിളിക്കുന്ന വേറൊരു പേരാണ് നിസർഗ സംഖ്യ. എണ്ണൽ സംഖ്യകളെ വിളിക്കുന്ന വേറൊരു പേരാണ് നിസർഗ സംഖ്യ. സിമ്പിൾ ചോദ്യമല്ലേ? ഇപ്പോൾ എന്താണ് എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ എന്താണ് ഇക്വേഷൻ? എന്തായിരുന്നു? n × n+1 / 2. n എന്താ? എത്ര എണ്ണം ഉണ്ട് എന്ന് അല്ലേ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറ ഇതെന്തായി? ഇവിടെ എത്ര? n എത്രയാ? 20 ആണ്. 20 × 20 + 1 അല്ലേ? 20 + 1 / 2. ഈ 20 + 1 എന്നൊന്ന് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ചെയ്യാൻ നിൽക്കരുത്. എന്ത് ചെയ്യണം? 21 തന്നെ എഴുതണം കേട്ടോ. പെട്ടെന്ന് ചെയ്യണം. 20 × 21 നിങ്ങൾ എഴുതണം കേട്ടോ. 20 ഗുണിക്കണം 20 + 1 21/2. വെട്ടാലോ? 2നെ 20നെയും വെട്ടിയാൽ എത്രയാ? 10 കിട്ടി. 10 ഗുണിക്കണം 21 എത്രയാ? 210. 10 ഗുണിക്കണം 21 210. ഒരു 0 ഇട്ടു അപ്പുറം അല്ലേ? ഏതാ ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്തറിയണം? നിസർഗ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എണ്ണൽ സംഖ്യകളാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, തന്നിരിക്കുന്ന വാക്കിൽ നിന്നും നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക് കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന വാക്ക് ഏതാ? നോളജാ അല്ലേ? നമ്മൾ നോക്കുകയാണ്. നോൺ ഉണ്ട്. ഫസ്റ്റത്തെ ഓപ്ഷൻ നോൺ ആണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ എന്താ ഒരു പ്രശ്നം? 2 n ഉണ്ട് ഇവിടെ അല്ലേ? ബാക്കി എല്ലാ ലെറ്റേഴ്സും ഉണ്ട്. പക്ഷെ എന്തുണ്ട്? 2 n ഉണ്ട്. നമുക്ക് ആകെ ഒരൊറ്റ n അല്ലേ ഉള്ളൂ നോളജിൽ. അപ്പം അത് പറ്റുമോ? ഇല്ല. ഇനി അടുത്ത നോക്ക്, കോളേജ്. കോളേജിൽ എന്താ? COEGE ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ഈ L 2 ഇല്ല. എല്ലാകെ ഒരൊറ്റ എല്ലുള്ളൂ നമുക്ക് നോളജിൽ. അപ്പോൾ ഇതും എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇനി അടുത്ത് നോക്ക്, ലെഡ്ജർ നോക്ക്. ലെഡ്ജർ നോക്കുമ്പോൾ എന്താ? അതിലൊരു 6 കണ്ടോ? 6 ഈ ഓപ്ഷനിൽ ഇതിലുണ്ടോ? നോളജിൻ്റെ സ്പെല്ലിങ്ങിൽ 6 ഉണ്ടോ? അപ്പോൾ എന്ത് പറ്റും? ഇതും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ഈ ലോഡ്ജ് ആയിരിക്കും ഉത്തരം നമുക്ക് മനസ്സിലായി. എന്നാലും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ L ഉണ്ട്, O ഉണ്ട്, D ഉണ്ട്, G ഉണ്ട്, E ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? ലോഡ്ജാണ്. സിമ്പിൾ ചോദ്യമാണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ്. എന്താണ് ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്? ചോദ്യത്തിൽ ആ വാക്കുകൾ ശ്രദ്ധിക്കണം.
അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? 54. അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം 54 ആണെങ്കിൽ മകൻ്റെ പ്രായമാണ് ചോദിച്ചത്. എന്ത് ചെയ്താൽ മതി? ചോദ്യത്തിൽ എന്താണ്? നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. മകൻ്റെ ഇപ്പോഴുള്ള പ്രായം ആയ സമയത്താണ് എന്ത്? അച്ഛന് മകൻ ജനിക്കുന്നത്. അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം 54 ആണെങ്കിൽ മകൻ്റെ പ്രായം എന്ത് എന്നൊരു ചോദ്യമെങ്കിൽ ഒന്നും നോക്കണ്ട, എന്ത് ചെയ്താൽ മതി? ഈ 54 ഉണ്ടല്ലോ അച്ഛൻ്റെ പ്രായം, അതിൻ്റെ നേർ പകുതി എടുത്താൽ മതി. എത്രയാ? 27. ആ 27 ആയിരിക്കും എന്ത്? മകൻ്റെ പ്രായം. ഏതാ ഉത്തരം? ഓപ്ഷൻ സി ആണ്. ഓക്കെ. ഇനിയിപ്പോൾ അച്ഛൻ്റെ പ്രായം 60 ആയിരുന്നെങ്കിൽ എന്താ ചെയ്താൽ മതി? 60ൻ്റെ പകുതി എടുക്കുന്നു, 30 ആയിരിക്കും മകൻ്റെ പ്രായം. ഇനി അച്ഛൻ്റെ പ്രായം 50 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 50ൻ്റെ പകുതി എടുക്കുന്നു, 25 ആയിരിക്കും മകൻ്റെ പ്രായം. ഇനിയിപ്പോൾ നമുക്ക് തന്നത് എന്താ? അച്ഛൻ്റെ പ്രായമാണ് തന്നിട്ടുള്ളത്. നമുക്ക് ചോദ്യത്തിൽ മകൻ്റെ പ്രായം 27 എന്നാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതായത് ചോദ്യം ശ്രദ്ധിക്കുക. എന്താണ്? അച്ഛൻ മകനോട് പറഞ്ഞു, നിൻ്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. മകൻ്റെ ഇപ്പോഴത്തെ പ്രായം 27 ആണെങ്കിൽ അച്ഛൻ്റെ പ്രായം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 27നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ എന്ത് കിട്ടും? 54 കിട്ടും. മനസ്സിലായല്ലോ? എന്ത് ചെയ്താൽ മതി? അച്ഛൻ്റെ പ്രായമാണ് തന്നിട്ട് മകൻ്റെ പ്രായമാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേർ പകുതി എടുത്താൽ മതി. ഇനിയിപ്പോൾ മകൻ്റെ പ്രായം തന്നിട്ട് അച്ഛൻ്റെ പ്രായം ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നേരെ ഇരട്ടി എടുക്കുക, മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടി എടുക്കുക. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം. നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ മൂന്നാമത് വരുന്ന വാക്കാണ് ചോദിച്ചത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ സ്റ്റിയർ, സ്റ്റാമർ, സ്റ്റെൻസിലാണ് വാക്കുകൾ. ST എല്ലാത്തിലും സെയിമാ, ST വരെ എല്ലാത്തിലും സെയിമാ. അപ്പോൾ നമ്മൾ അടുത്ത ലെറ്റർ ഏതാ നോക്കുമ്പോൾ STA ഉണ്ട് ഇവിടെ. അപ്പോൾ ഏതായിരിക്കും ആദ്യത്തത്? സ്റ്റാമർ ആയിരിക്കും ആദ്യം വരുന്ന വാക്ക് എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പോൾ സ്റ്റാമർ ആദ്യം വരുന്ന വാക്ക്. ഇനി രണ്ടാമത്തെ വാക്ക് ഏതാ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ ലെറ്റർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒക്കെ എന്താ? STE. ഈ കഴിഞ്ഞിട്ട് ഇവിടെ M ആണ്, ഇവിടെ E ആണ്, ഇവിടെ N ആണ്. ഏതാ ആദ്യം വരിക? ഈ കഴിഞ്ഞിട്ടല്ലേ എമ്മും എന്നും ഒക്കെ ഉള്ളത്. അപ്പോൾ ഏതാ? സ്റ്റിയർ ആണ് എന്ത്? രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വാക്ക് സ്റ്റിയർ ആണ്. ഇനി അടുത്ത നോക്ക്. ഇവിടെ M ആണ്, ഇവിടെ N ആണ്. എന്താണ്? ഇവിടെ M ആണ്, ഇവിടെ N ആണ്. M ആണോ N ആണോ ആദ്യം വരുന്നത്? ABCD പറയുമ്പോൾ MN എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് M ആണ്. അപ്പോൾ മൂന്നാമത്തെ വാക്ക് എന്താ? സ്റ്റെം ആണ്. മൂന്നാമത്തെ വാക്ക് സ്റ്റെം ആണ്. ചോദ്യത്തിൽ എന്തായിരുന്നു? മൂന്നാമത് വരുന്ന വാക്ക് ഏതാണെന്നായിരുന്നു? ഉത്തരം എന്താ? സ്റ്റെം ആണ്. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: 3 കിലോഗ്രാം അരിയുടെ വില 27.36 രൂപയായാൽ 3 കിലോഗ്രാം അരിയുടെ വില 27.36 രൂപയായാൽ അപ്പോൾ 3 കിലോഗ്രാം അരിയുടെ വില എത്രയാണ്? 27.36 രൂപയാണ്. ഇനി എന്താ ചോദിച്ചത്? 10 കിലോഗ്രാം അരിയുടെ വില എത്രയാണെന്നാണ് ചോദിച്ചത് അല്ലേ? 3 കിലോഗ്രാം അരിയുടെ വില 27.36 ആണെന്നുണ്ടെങ്കിൽ 10 കിലോഗ്രാം അരിയുടെ വില എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 കിലോഗ്രാമിൻ്റെ വില എത്ര? 27.36 ആണെന്നുണ്ടെങ്കിൽ 1 കിലോഗ്രാമിൻ്റെ വില എത്രയായിരിക്കും? 1 കിലോഗ്രാമിൻ്റെ വില എത്രയായിരിക്കും? അതെ, 27.36നെ ആ 3 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? 3 കിലോ അരിക്ക് 30 രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോയ്ക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ 30ന് 3 കൊണ്ട് ഹരിച്ചാൽ പോരെ? അതേപോലെ തന്നെ 3 കിലോഗ്രാമിന് 27.36 ആണെന്നുണ്ടെങ്കിൽ 1 കിലോഗ്രാം കാണാൻ എന്ത് ചെയ്താൽ മതി? 27.36നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 27.36നെ 3 കൊണ്ട് ഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് 27.36 അതായത് 2736 എന്ന് എഴുതുക. ആ പോയിന്റ് ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ 3 കൊണ്ട് ഹരിക്കുക. പോയിന്റ് ഒഴിവാക്കി എഴുതിയിട്ട് അതിന് 3 കൊണ്ട് ഹരിക്കുക. നോക്ക്, 39 27 0 വന്നു ശിഷ്ടം. ഇനി 3 ഉണ്ട്, 1 3 3 എവിടെയും 0 ആക്കി. ഇനി എന്താ? 6 ഉണ്ട്, 23 6. ഓക്കെ ആണല്ലോ? നമുക്ക് എത്ര കിട്ടി? 912 എന്ന് കിട്ടി. എത്ര? 912 എന്ന് കിട്ടി. അങ്ങനെ എഴുതാൻ പറ്റുമോ? 912 ഉത്തരം എഴുതാൻ പറ്റുമോ? 27.36നെ 3 കൊണ്ട് ഹരിച്ചിട്ട്? ഇല്ല. നമ്മൾ എന്താ 2736നെ എന്ത് ചെയ്തു? 3 കൊണ്ട് ഹരിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് നോക്കണം? എത്ര സ്ഥാനം മാറ്റിയിട്ടായിരുന്നു പോയിന്റ്? 1 2 സ്ഥാനം മാറ്റിയിട്ടായിരുന്നു പോയിന്റ്. ആ 2 സ്ഥാനം നമ്മൾ ഉത്തരത്തിൽ മാറ്റി പോയിന്റ് ഇടണം. 1 2 9.12. എന്താ ചെയ്തത്? ഇവിടെ ചോദ്യത്തിൽ ആദ്യം എന്തായിരുന്നു? 27.36 ആയിരുന്നു. അത് 2 സ്ഥാനം മാറ്റിയിട്ടായിരുന്നു പോയിന്റ്. നമ്മൾ എന്താക്കി? ആ പോയിന്റ് കണക്കാക്കാതെ എന്ത് ചെയ്തു? 2736നെ 3 കൊണ്ട് ഹരിച്ചിട്ട് ആ 2 സ്ഥാനം മാറ്റിയിട്ട് ഉത്തരത്തിൽ എന്ത് ചെയ്തു? പോയിന്റ് ഇട്ട് കൊടുത്തു. 9.12 എന്ന് കിട്ടി. 1 കിലോഗ്രാമിന് 9.12. അപ്പോൾ 10 കിലോഗ്രാമിന് എത്ര എന്നല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്?
10 കിലോഗ്രാമിന് എത്ര എന്നല്ല ചോദിച്ചത്. 1 കിലോഗ്രാമിന് 9.12 ആണെന്നുണ്ടെങ്കിൽ 10 കിലോഗ്രാമിന് എത്രയായിരിക്കും? 9.12 ഗുണിക്കണം 10. ഓക്കെ ആണല്ലോ. 9.12 ഗുണിക്കണം 10. എത്രയാണ് 10 കൊണ്ട് ഗുണിച്ചത്? ഏതൊരു സംഖ്യയും 10 കൊണ്ട് ഗുണിച്ചാൽ എന്താ? പോയിന്റ് ഒന്ന് വലത്തോട്ട് മാറും അല്ലേ? 91.2. എന്താണ്? 91.2. മനസ്സിലായല്ലോ? എന്ത് ചെയ്തത്? 9.12 ആയിരുന്നു. ആ പോയിന്റ് എന്തായി? വലത്തോട്ട് മാറി അല്ലേ? അപ്പോൾ 91.2 ആയിരിക്കും 10 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ഉത്തരം. ഏതാ ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: ഒരാൾ ഓഫീസിലേക്ക് 35 km/h വേഗതയിൽ പോകുന്നു. തിരിച്ച് വീട്ടിലേക്ക് 15 km/h വേഗതയിലും. 2 യാത്രയ്ക്കും കൂടി 4 മണിക്കൂർ വേണ്ടി വന്നെങ്കിൽ അയാളുടെ ഓഫീസും വീടും തമ്മിലുള്ള അകലം എത്ര? ആദ്യം അയാൾ എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അതായത് തുല്യ ദൂരങ്ങളാണ് അവിടെ സഞ്ചരിച്ചിരിക്കുന്നത്. തുല്യ ദൂരങ്ങൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ, 2 തുല്യ ദൂരങ്ങൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാനറിയാം? അതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ എന്താണ് ആവറേജ് ശരാശരി എന്ന് ശരാശരി വേഗത എന്ന് പറയുന്നത് എന്താണ്? 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ, അല്ലെങ്കിൽ 2ab ഡിവൈഡഡ് ബൈ a പ്ലസ് ബി. എന്താണ് 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ? എന്താ? എക്സ് എന്താ? ആദ്യം പോയ വേഗത എത്രയാ? 35. വൈ എന്താ? രണ്ടാമത് പോയ വേഗത. രണ്ടാമത് എത്ര വേഗതയിലാണ് പോയത്? 15. അറിയാലോ? ഇത് എടുക്കാൻ അറിയാലോ? എന്തായിരുന്നു? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആവറേജ് സ്പീഡ് കാണണം. അപ്പോൾ അതെന്താണ്? 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ആണ് ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? 2 തുല്യ ദൂരങ്ങൾ തമ്മിലുള്ള ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ നമുക്ക് എക്സ് എത്രയാ? 35 ആണ്. വൈ എത്രയാ? 15 ആണ്. അത് രണ്ടും തിരിച്ചിട്ടാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇനി ഇത് വാല്യൂ ഇടാലോ. 2 ഗുണിക്കണം 35 ഗുണിക്കണം 15 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. 35 കൂട്ടണം 15. എഴുതിയ കറക്റ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാണ്. 2 ഗുണിക്കണം 35 ഗുണിക്കണം 15 ഡിവൈഡഡ് ബൈ 35ഉം 15ഉം കൂട്ടിയാൽ 50. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് വെട്ടി ചെറുതാക്കാം. 2ഉം 50ഉം വെട്ടിയാൽ എത്രയാണ്? 25. 2ഉം 50ഉം വെട്ടിയാൽ 25. 5 കൊണ്ട് വെട്ടാലോ? ഇനി ഇവിടെ എത്ര? 5 25. 35നെ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ 7. ഇനിയും വെട്ടാലോ? 5ഉം 15ഉം വെട്ടിയാൽ എത്രയാണ്? 3. നമുക്ക് എത്ര ഉത്തരം കിട്ടുന്നത്? 3 7 21 എന്താ? km/h ആണ് വേഗത. ആവറേജ് സ്പീഡ് എത്രയാ? 21 എന്ന് നമുക്ക് കിട്ടി. ഇത്ര മാത്രമായിട്ട് ഒരു ചോദ്യം വേണേൽ ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എന്ത് കിട്ടി? 21 km/h എന്ന് നമുക്ക് കിട്ടി. ഓക്കെ. ആവറേജ് സ്പീഡ് 21 km/h കിട്ടി. മതിയോ? പോരാ. നമുക്ക് എന്താ വേണ്ടത്? ദൂരമാണ് കാണേണ്ടത്, അകലാണ് കാണേണ്ടത് അല്ലേ? ദൂരം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ദൂരം കാണാൻ നമുക്കറിയാം. എന്താണ് ദൂരം കാണാനുള്ള ഇക്വേഷൻ? വേഗത ഗുണിക്കണം സമയം. വേഗത ഗുണിക്കണം സമയം. എന്താണ് വേഗത? 21 km വേഗതയിലാണ് സഞ്ചരിച്ചത്. നമ്മൾ കണ്ടുപിടിച്ചു. സമയം എത്രയാ? 4 മണിക്കൂർ അയാൾ ട്രാവൽ ചെയ്തു. 4 മണിക്കൂർ അയാൾ ട്രാവൽ ചെയ്തു. എത്ര? 21 × 4 84 കിലോമീറ്റർ സഞ്ചരിച്ചു. നേരെ പോയി അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായി? 1 മാർക്കാൾ പോയി. ഇത്രയും ചെയ്തത് വെറുതെ ആയി. 84 കിലോമീറ്റർ കിട്ടി. നേരെ പോയി അടിച്ചാൽ എന്തായി? 1 മാർക്കാ പോയി. ഇതെന്താണ്? മൊത്തം 4 മണിക്കൂർ അയാൾ സഞ്ചരിച്ചു. ആദ്യം അയാൾ അവിടെ പോയി, പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നു. നമുക്ക് എന്താ വേണ്ടത്? അയാളുടെ ഓഫീസും വീടും തമ്മിലുള്ള അകലം മാത്രമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു ദൂരം കണ്ടാൽ മതി. അവിടെ വരെ പോയത് കണ്ടാൽ മതി. അത് കാണാൻ എന്ത് ചെയ്യണം? ഈ 84ൻ്റെ പകുതി എടുക്കണം. 84ൻ്റെ പകുതി എടുക്കണം. എത്ര 84ൻ്റെ പകുതി? 42 കിലോമീറ്റർ. ഉത്തരം ഓപ്ഷൻ എ ആണ്. മനസ്സിലായോ? ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? അയാൾ ആകെ സഞ്ചരിച്ച ദൂരം എന്നല്ല ചോദിച്ചത്. അയാളുടെ ഓഫീസും വീടും തമ്മിലുള്ള അകലം എത്രയാണെന്നാണ് ചോദിച്ചത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ആകെ സഞ്ചരിച്ച ദൂരത്തിൻ്റെ പകുതി എടുത്തു. അതാണ് എന്ത്? ഓഫീസും വീടും തമ്മിലുള്ള ദൂരം 42 കിലോമീറ്റർ. മറക്കില്ലല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം നോക്കുക. 32 ഗുണിക്കണം 43 സമം 23 34. 47 ഗുണിക്കണം 67 സമം 74 76 ആയാൽ എത്രയാ? 13 ഗുണിക്കണം 72 എന്തായിരിക്കും? ചോദ്യം നേരെ കണ്ടിട്ട് 32നെ 43 കൊണ്ട് ഗുണിച്ചതാണ് ഈ 2334 എന്ന് വിചാരിച്ചിട്ട് 13നെ 72 കൊണ്ട് ഗുണിക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? ഇത് അങ്ങനത്തെ ഒരു ചോദ്യമല്ല. നോക്കിക്കോ.
32 ഗുണിക്കണം 43 എന്ന് പറഞ്ഞിട്ട് എന്താ നമുക്ക് തന്നിട്ടുള്ളത്? 23 34. എന്താ ചെയ്തിട്ടുള്ളത്? ഈ 32നെ തിരിച്ചെഴുതി, ഈ 43നെ തിരിച്ചെഴുതി. അതാണിത്. ഓക്കെ, ഇനി അടുത്ത് നോക്ക്. 47 ഗുണിക്കണം 67 എത്രയാ? എന്താ നമുക്ക് പറയാം? 47നെ തിരിച്ചെഴുതി എത്ര? 74. 67നെ തിരിച്ചെഴുതി എത്ര? 76. അതല്ലേ ഇത്? അപ്പം 13 ഗുണിക്കണം 72 എത്രയായിരിക്കും? എത്രയായിരിക്കും? 13നെ തിരിച്ചെഴുതി 31, 72നെ തിരിച്ചെഴുതി 27. എന്തായിരിക്കും? 3127. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ഡയറക്റ്റ് ചോദ്യമായിരുന്നു അല്ലേ? 1.72ൻ്റെ പകുതിയോട് 0.42ൻ്റെ 1/3 കൂട്ടിയാൽ തുക എത്ര എന്നാണ് ചോദിച്ചത്. ഡയറക്റ്റ് ചോദ്യം നോക്ക്. 1.72ൻ്റെ പകുതിയോട് എന്താ ചെയ്യേണ്ടത്? കൂട്ടാനാണ് പറഞ്ഞത്. എന്ത്? 0.42ൻ്റെ 1/3 ഭാഗം, അതായത് 0.42/3, 1/3 ഭാഗം. അല്ലെങ്കിൽ എന്താണ് 0.42ൻ്റെ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0.42 ഗുണിക്കണം 1/3 എന്നാ അല്ലേ? അത് നമുക്ക് എങ്ങനെ എഴുതാം? 3 എന്ന് എഴുതിയാൽ മതി ഡയറക്റ്റ് ആയിട്ട്. 0.42ൻ്റെ 1/3 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.42/3 ആണ്. ഇതാണ് ചോദ്യം. ഇത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്യാൻ എങ്ങനെ ചെയ്താൽ മതി? ഹരിച്ച് ചെയ്താൽ മതി. വെറുതെ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമല്ല. നേരെ ഹരിക്കുക. 1.72നെ 2 കൊണ്ട് ഹരിക്കുക, 0.42നെ 3 കൊണ്ട് ഹരിക്കുക. നിങ്ങൾക്ക് അറിയാം പോയിന്റിനെ ഹരിക്കാൻ അല്ലേ? 1.72/2 172ൻ്റെ പകുതി എത്രയാ? 172ൻ്റെ പകുതി എത്രയാ? 172ൻ്റെ പകുതി 8 2 16. ശിഷ്ടം 12 ആണ്. എത്രയാ? 6 12 0. അപ്പോൾ നമുക്ക് കിട്ടി 886 എന്ന് കിട്ടി അല്ലേ? 1.72ൻ്റെ പകുതി എത്രയാണ്? 86 ആണോ? 172ൻ്റെ പകുതിയാണ് എന്ത്? 86. അത് ഞാൻ ഇവിടെ എഴുതുകയാണേ. 1.72/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 86 എന്ന് എഴുതി. പക്ഷെ 86 എഴുതിയാൽ മതിയോ? എത്ര സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ്? 2 സ്ഥാനം മാറ്റിയിട്ടാ. 1 2 സ്ഥാനം മാറ്റി ഞാൻ പോയിന്റ് ഇട്ട് കൊടുത്തു. ഇപ്പം കറക്റ്റായല്ലോ. കൂട്ടണം. ഇനി നോക്ക്. 0.42/3 ചെയ്യാൻ എന്ത് ചെയ്തായി? 42നെ ഞാൻ 3 കൊണ്ട് ഹരിക്കുകയാണ്. 42നെ 3 കൊണ്ട് ഹരിക്കുകയാണ്. 1 3 3, ശിഷ്ടം 1. ഇനി 2 ഇറക്കി എഴുതി. 3 4 12. എത്രയാ? 14. എനിക്ക് നേരെ പോയി 14 എഴുതി കൂട്ടാൻ പറ്റുമോ? ഇല്ല. എന്താണ്? 2 സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ്. 1 2 സ്ഥാനം മാറ്റി ഞാൻ പോയിന്റ് ഇട്ടു ഇതിനും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? 0.86 കൂട്ടണം 0.14. 0.86 കൂട്ടണം 0.14. 86ഉം 14ഉം കൂട്ടിയാൽ 100 ആണ്. അപ്പം അത് 1.00 വരും. അതായത് 1 വരും. ഇനി അങ്ങനെ വേണ്ട, നേരെ എഴുതി കൂട്ടിക്കോ. 0.86 കൂട്ടണം 0.14 ചെയ്യാൻ പറഞ്ഞ എന്ത്? 6 4 10, 1 0, 8 2 10 0. ഇവിടെ പോയിന്റ് ഇല്ലേ? അതെ, 1 എടുത്ത് എഴുതി. അപ്പം നമ്മുടെ ഉത്തരം 1. ഏതാ ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1.00 എന്ന് പറഞ്ഞാൽ എത്ര? 1 ആണ്. അപ്പം അടുത്ത ചോദ്യം നോക്കാമല്ലോ. ചോദ്യം നോക്കുക. കൂട്ടണം എന്നാൽ ഹരിക്കണം. ഞാൻ എഴുതുകയാണേ. ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താ എഴുതുക? കൂട്ടണം എന്നാൽ എന്താണ്? ഹരിക്കണം. നമ്മൾ ആദ്യം തന്നെ നൈസായിട്ട് എഴുതി വയ്ക്കുക. ഗുണിക്കണം എന്നാൽ കുറയ്ക്കണം. ഇനി എന്താ പറഞ്ഞത്? ഹരിക്കണം എന്നാൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഗുണിക്കണം. ഇനി എന്താ പറഞ്ഞത്? മൈനസ്. കുറയ്ക്കണം എന്നാൽ കൂട്ടണം. ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാലോ. 15 കൂട്ടണം എന്നാണ് പറഞ്ഞത്. കൂട്ടണത്തിന് എന്താ? ഹരിക്കണം. 3. ഇനി എന്താ? കുറയ്ക്കലെവിടെ? പ്ലസ് അല്ലേ? +8. ഇനി എന്താണ്? ഗുണിക്കണം എന്നാണ് വന്നത്. ഗുണിക്കണത്തിന് കുറയ്ക്കലാണ് വന്നത്. കുറയ്ക്കണം 4. ഹരിക്കണം എന്ന് വന്നിട്ടുണ്ട് അല്ലേ? ഹരിക്കണം ഏതാ? ഗുണിക്കണം 2. ഇത് ചെയ്താൽ പോരെ? ബോർഡ് മാസ് ചെയ്യാൻ അറിയാലോ. ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഇനി ഏതാ ഉള്ളത്? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹരിക്കാനാണ് പറയുന്നത് അല്ലേ? ഹരിക്കാനുണ്ടല്ലോ. 15 ഹരിക്കണം 3 ഉണ്ടല്ലോ. 15 ഹരിക്കണം 3 ഉണ്ടല്ലോ. എത്രയാ? 5. 15നെ 3 കൊണ്ട് ഹരിച്ചാൽ 5. ഇനി നോക്കി. ഇനി എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ഇല്ല. ഇനി ഹരണം ഇല്ല. ഓക്കെ. അപ്പോൾ ഇനി എന്താ? മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത്. മൾട്ടിപ്ലിക്കേഷൻ ഏതാ? അതാ അവിടെ. 4 ഗുണിക്കണം 2 എത്രയാ? 8. നമ്മൾ ഇതെന്തായി? 5 കൂട്ടണം 8 കുറയ്ക്കണം 8 എന്നായി. ഇനി എന്ത് ചെയ്യാം? +8 -8 എന്തായി? 0 ആയി അല്ലേ? അപ്പോൾ എത്ര കിട്ടുക? 5 ആണ് നമ്മുടെ ഉത്തരം. ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം.
വരിയും നിരയും എന്നുള്ള ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ. എല്ലാവരും ഹാജരായ ഒരു ദിവസത്തെ സ്കൂൾ അസംബ്ലിയിൽ രാജുവിൻ്റെ സ്ഥാനം മുമ്പിൽ നിന്ന് 16-മതും പുറകിൽ നിന്ന് 20-മതുമാണ് എങ്കിൽ രാജുവിൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദിച്ചത്. ആകെ കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചത് അല്ലേ. ആകെ എണ്ണമാണല്ലോ ചോദിച്ചത്. ആകെ എണ്ണം ചോദിച്ചാൽ എന്ത് ചെയ്യും നമ്മൾ? ആകെ എണ്ണം തന്നാൽ നമുക്ക് എന്ത് ചെയ്യും? മുമ്പിൽ നിന്നുള്ളത് എത്ര? 16 കൂട്ടണം പുറകിൽ നിന്ന് എത്ര? 20. ആകെ എണ്ണം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ആദ്യം മുമ്പ് എന്നുള്ളത് കൂട്ടാണ് വേണ്ടത് കേട്ടോ. ആകെ ചോദിക്കുന്നതുകൊണ്ട് കൂട്ടണം 20. ഇനി ഇവിടെ കൂട്ടണം അല്ലേ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? കുറയ്ക്കണം. ഇക്വേഷൻ പഠിക്കാൻ അതാണ് സുഖം. എന്താണ് ചെയ്യേണ്ടത്? ആദ്യം എന്ത് ചെയ്യുക? മുന്നിൽ നിന്നും പുറകിൽ നിന്നുള്ള കൂട്ടുക. ഇവിടെ കൂട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? കുറയ്ക്കണം എന്നാവും. എത്ര ഉത്തരം? 16 20 കൂട്ടിയാൽ 36. 36 1 പോയാൽ 35. ആകെ കുട്ടികളുടെ എണ്ണം ഓപ്ഷൻ എ 35. ഓക്കെ ആണല്ലോ. ഇക്വേഷൻ മറക്കണ്ട. എങ്ങനെ? മുന്നിൽ നിന്നും പുറകിൽ നിന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ? ആകെ കുട്ടികളുടെ എണ്ണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? ഇവിടെ ഒരു കൂട്ടലാവും, പിന്നെ കുറയ്ക്കലാവും. ഇനി ചില കേസുകളുണ്ട് എന്ത്? മുന്നിൽ നിന്ന് ഇത്ര എന്ന് പറയും, ആകെ കുട്ടികളുടെ എണ്ണം എന്നും പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ചോദ്യം എങ്ങനെയാണെന്ന് വിചാരിക്കുക. ആകെ 35 കുട്ടികളുള്ള ഒരു വരി. അതിൽ മുന്നിൽ നിന്ന് 16-മതാണ്. പുറകിൽ നിന്ന് എത്രാമതാണെന്നാണ് ചോദ്യമെങ്കിൽ പുറകിൽ നിന്ന് എത്രാമതാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം നമ്മളപ്പോൾ? 35 ആകെ കുട്ടികളുടെ എണ്ണം. 35 കുറയ്ക്കണം. ആകെ തന്നിട്ടുണ്ടെങ്കിൽ കുറയ്ക്കണം. നമുക്ക് കാണേണ്ടത് മുന്നിന്നോ പുറകുന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്താണ് അടുത്തത്? എത്രയാ തന്നിട്ടുള്ളത്? 16-മതാണെന്ന് പറയുക. 16. നോക്ക്, ഇവിടെ മൈനസ് അല്ലേ. ഇവിടെ മൈനസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ പ്ലസ് 1. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്. ഇക്വേഷൻ മറക്കാതിരിക്കാൻ അതാണ് സുഖം. അപ്പോൾ 35 - 16 + 1. 35 1 36 16 പോയാൽ 20. ഈ ചോദ്യം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വരാം. ഇക്വേഷൻ പഠിക്കാൻ സുഖമല്ലേ. എന്ത് ചെയ്താൽ മതി? ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്. അത് ഓർത്താൽ മതി. ഇക്വേഷൻ തെറ്റില്ല കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം 5 8 17 44 അടുത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇതിൻ്റെ വ്യത്യാസങ്ങൾ എടുത്തപ്പോൾ ഇത് 3 ഇത് 17 8 9 വ്യത്യാസം. ഇവിടെ 17 44 തമ്മിലുള്ള വ്യത്യാസം 27. എന്താണിത്? ഇതെന്താണ് പോയിക്കൊണ്ടിരിക്കണത്? എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണത്? 3/1. ഇവിടെ എത്രയാണ്? 3/2 3/3. ഇനി അടുത്ത് എന്തായിരിക്കും? 3/4 കൂട്ടണം അല്ലേ. 3/4 കൂട്ടണം. 44 കൂടെ 3/4 കൂട്ടണം. എത്ര 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 3/4 എന്ന് പറഞ്ഞാൽ എത്ര? 81 അല്ലേ. 81 കൂട്ടണം 44 എത്ര? 5 എത്ര? 12 അല്ലേ. 125. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ എന്താ വന്നത്? 3/1 3/2 3/3 3/4 അങ്ങനെയാണ് കൂടി പോണത് അല്ലേ. അല്ലെങ്കിൽ എങ്ങനെ എടുത്താൽ മതി? 3 × 9 27 27 × 3 81 അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷെ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഇതിൽ കോൺസെപ്റ്റ് എന്തായിരുന്നു? 3/1 3² 3³ 3/4 അങ്ങനെയായിരുന്നു നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ഇതെന്തായാലും ഓർത്ത് വെക്കണം. ഇനിയിപ്പോൾ ചിലപ്പോൾ വ്യത്യാസം എങ്ങനെയായിരിക്കും? 2/1 2/2 അങ്ങനെ കൂടി പോണതായിരിക്കും. ചിലപ്പോൾ 5/1 5/2 അങ്ങനെ കൂടി പോകണമായിരിക്കും. നമുക്കറിയില്ല എങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നല്ലോണം തറവായിട്ട് നിൽക്കണം നിങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 10 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങായിരുന്നു. ഇപ്പോൾ മകൻ്റെ പ്രായം 24 വയസ്സാണെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പം അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചത്. നോക്ക്, അച്ഛൻ്റെ പ്രായം അതുപോലെ തന്നെ മകൻ്റെ പ്രായം തന്നിട്ടുള്ളത് ഇതാണ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ്? മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങായിരുന്നു അച്ഛൻ്റെ പ്രായം എന്നല്ലേ പറഞ്ഞത്. മകൻ്റെ പ്രായം എക്സ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ പ്രായം എത്രയാ? 4x ആണ്. ഇത് എക്സ് കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് ജസ്റ്റ് പറയാൻ വേണ്ടി പറയാന്നുള്ളൂ. മകൻ്റെ പ്രായം എക്സ് ആണെന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ പ്രായം എത്രയാ? 4x ആണ്. 4 മടങ്ങാണെന്ന് പറഞ്ഞാൽ അത്രയല്ലേ. അതന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്. 4 കൊണ്ട് ഗുണിക്കണം. ആ സംഖ്യ ഇതിപ്പോൾ ഒരു 10 ആണെന്നുണ്ടെങ്കിൽ 10നെ 4 കൊണ്ട് ഗുണിച്ച് 40 എഴുതണം. അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? മകൻ്റെ ഇപ്പോഴത്തെ പ്രായം 24 വയസ്സാണ്. മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാ? 24 വയസ്സാണ്. പക്ഷെ എന്താ പ്രശ്നം? അത് ഈ എക്സ് ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. 10 വർഷം മുമ്പാണ് എന്ത് ഈ റേഷ്യോ ഉള്ളത്.
അപ്പോൾ എന്ത് ചെയ്യണം? 10 വർഷം മുമ്പ് മകൻ്റെ പ്രായം കാണാൻ എത്രയാണ്? 24-ന്ന് 10 കുറയ്ക്കണം, 14 കിട്ടും. അതായത് എക്സ് എന്താ? 14. ഓക്കെ, അപ്പം 4x എത്രയായിരിക്കും? 4x എത്രയായിരിക്കും? 4 ഗുണിക്കണം 14 എത്രയാ? 14, 28, 56. 4 ഗുണിക്കണം 14, 56. 56 ഉത്തരം എന്ന് വിചാരിച്ച് നേരെ പോയി അടിച്ചു കഴിഞ്ഞാൽ എന്താവും? മാർക്കാ പോവും അല്ലേ? അതാണോ ചെയ്യേണ്ടത്? അല്ല. എന്ത് ചെയ്യണം? 56 എന്താ? 10 വർഷം മുമ്പാണ് എന്ത്? 56 പ്ലസ് 10 ചെയ്താലേ എന്താവുള്ളൂ? ഇപ്പോഴത്തെ പ്രായമാവുള്ളൂ. എന്താണ്? 10 വർഷം മുമ്പാണ് 56, ഇപ്പോഴത്തെ വയസ്സാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ വയസ്സ് കിട്ടാൻ 10 വർഷം കൂടിയും കൂട്ടണം. 10 വയസ്സും കൂടിയും കൂട്ടിയാൽ എത്ര? 56 പ്ലസ് 10 66 ഉത്തരം. ഓക്കെ ആണല്ലോ? ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം നോക്കുക. ഇവിടെ എന്താണ് വ്യത്യാസങ്ങൾ? എത്രയാണ്? 0, 1/4 ഞാൻ എഴുതാണ്. 0, 1/4, 1/2, 3/4, 1. അടുത്തത് ഏതാണെന്നാണ്? എന്താണിത്? ഇത് കൂടി പോകും. എത്ര വെച്ചാൽ കൂടുന്നു? 1/4 വെച്ചാൽ കൂടുന്നു അല്ലേ? വ്യത്യാസം കാണാൻ എന്താ? 1/4 കുറയ്ക്കണം 0 എത്ര? 1/4. അതേപോലെ 1/2 കുറയ്ക്കണം 1/4 എത്രയാണ്? 1/4. അപ്പോൾ എന്താണ് ഇതിൻ്റെ വ്യത്യാസം? എത്രയാണ്? 1/4. 4 കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇനി ഇവിടെ 1 കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് എത്രയായിരിക്കും? 1 പ്ലസ് 1/4 ആയിരിക്കും. ഓപ്ഷനിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു വാല്യൂ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ ക്രോസ് ചെയ്യും അല്ലേ? 1 ഗുണിക്കണം 4 എത്രയാ? 4 പ്ലസ് ഈ 1 അതേപോലെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ 4 എത്രയാ? 5/4. 1 1/4 തുല്യമാണ് എന്ത്? 5/4. ഏതാ ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: ഭിന്നസംഖ്യകളായ 1/3, 5/7, 2/9 ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ചുവടെ കൊടുത്തിട്ടുള്ള ഏത് ക്രമത്തിലാണ് വരിക? ആരോഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലേ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് എന്ത്? ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ചെറുത് ഏതാ കാണണം അല്ലേ? നമ്മളെങ്ങനെ ചെയ്യാറ്? നോർമലി നമ്മളെങ്ങനെ ചെയ്യുന്നത്? 1/3, 5/7, അതുപോലെ 2/9 ആണ്. ഇതിലേതാണ് ചെറുത് വലുതെന്നൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒന്നുകിൽ 10 കൊണ്ട്, അല്ലെ 100 കൊണ്ട്, 1000 കൊണ്ട്, ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കും. നമ്മളിവിടെ ചെയ്യാൻ പോണ 10 കൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഒരു 0 എല്ലാത്തിനും ഇട്ട് കൊടുത്താൽ മതിയല്ലോ അംശത്തിന്. ഓക്കെ, 10/3. 10നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 3 എത്രയോ കിട്ടും അല്ലേ? 3 എത്രയോ കിട്ടും. ഇനി ഇവിടെ നോക്ക്, 50നെ 7 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 7 എത്രയാണ് കിട്ടുന്നത്? ഇനി അടുത്ത് നോക്ക്, 20നെ 9 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുന്നത്? 2 എത്രയാണ് കിട്ടുന്നത്? അപ്പം നമുക്ക് കിട്ടിയില്ലേ? എന്താണ് ആരോഹണ ക്രമത്തിൽ എഴുതേണ്ടത്? ഏറ്റവും ചെറുതാണ് ആദ്യം എഴുതേണ്ടത്. ഏറ്റവും ചെറുത് ഏതാ? 2/9. അതേപോലെ അടുത്തത് ഏതാ വലുത്? 1/3. അടുത്തത് ഏതാ വലുത്? 5/7 അല്ലേ? ഈ 2 ഏറ്റവും ചെറുത്, 3 അതിനെക്കാട്ടിലും തൊട്ട് മേലെ, 7 ഏറ്റവും വലുത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 2/9, 1/3, 5/7. ഏതാ ഉത്തരം? 2/9, 1/3, 5/7. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് അറിയാലോ. ആ മെത്തേഡ് കൂടെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. 1/3, 5/7, 2/9 അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം 2 എടുക്കും അല്ലേ? 1/3, 5/7 കമ്പയർ ചെയ്യാൻ നോക്കുകയാണ്. 1/3, 5/7 എടുത്തു. ഇനി എന്ത് ചെയ്യുന്നു? ഈ 7നെ ഈ 1 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എത്ര കിട്ടി? 7 എന്ന് കിട്ടി. ഈ 3നെ 5 കൊണ്ട് ഗുണിച്ചു, 15 കിട്ടി. അപ്പോൾ ഇതിലേതാ വലുത്? ഇതാണ്. ഏതാ ചെറുത്? ഇതാണ്. ഓക്കെ ആണല്ലോ? നമുക്ക് ഏതാ വലുത്, ചെറുത് ഏതാന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ 1/3 ചെറുതായതുകൊണ്ട് നമുക്ക് അടുത്തത് ഏതാ ചെറുത് നോക്കിയാലേ നമുക്ക് ആദ്യം എഴുതാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1/3 ഏതുകൊണ്ട് ചെയ്യുന്നു? 2/9 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ചെയ്യുമ്പോൾ എത്രയാ? 1 × 9 എത്രയാ? 9. 2 × 3 എത്രയാ? 6. അപ്പോൾ ഇതിലേതാ ചെറുത്? ഇതാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഏറ്റവും ചെറുത് 2/9 ആണ്. അടുത്തത് ഏതാ? ഇതിൽ നോക്കുമ്പോൾ ഇതല്ലേ? അപ്പോൾ 1/3 അടുത്തത്. ഏറ്റവും വലുത് ഏതാ? 5/7 ആണ്. ഇങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. 2 മെത്തേഡിൽ ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് സുഖം ആ മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. 24 മീറ്ററും 16 മീറ്ററും നീളമുള്ള 2 PVC പൈപ്പുകൾ
ഒരേ നീളത്തിലും പരമാവധി നീളത്തിലും മുറിക്കണം. അതായത് ഒരേ നീളമായിരിക്കണം, പരമാവധി നീളത്തിലും മുറിക്കണം. ഏറ്റവും വലിയ നീളത്തിൽ മുറിക്കണം നൈസായിട്ട് കേട്ടോ. ഓരോ കഷ്ണത്തിൻ്റെയും പരമാവധി നീളം എത്രയായിരിക്കും? എന്ത് കാണാനാ പറയുന്നത്? HCF ഉസാഗ കാണാനാ പറയുന്നത് അല്ലേ. 24ൻ്റെയും 16ൻ്റെയും HCF കാണാൻ അല്ലെങ്കിൽ ഉസാഗ കാണാനാണ് എന്ത് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 24ൻ്റെയും 16ൻ്റെയും HCF കാണാനൊരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്തായിരുന്നു ആ ഷോർട്ട് കട്ട് എന്തായിരുന്നു? 24ന് 16 കുറയ്ക്കുക. അതായത് നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളുടെ ഡിഫറൻസ് എടുക്കുക. എത്രയാ? 24ന് 16 കുറച്ചാൽ 8ആണ്. ഈ 8 8നെ നിശേഷം ഹരിക്കാൻ, അതായത് ഈ 8നെ നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകൾ ഓപ്ഷനിലുണ്ടോ നോക്കുക. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ 10 കൊണ്ട് പറ്റുമോ 8നെ നിശേഷം ഹരിക്കാൻ പറ്റില്ല. 16നെ കൊണ്ട് പറ്റുമോ 8നെ നിശേഷം ഹരിക്കാൻ പറ്റില്ല. പക്ഷേ 8 ഉണ്ട്, 8നെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ 4നെയും പറ്റും. പക്ഷെ വലുത് ചോദിക്കുമ്പോൾ നമുക്ക് എന്തെഴുതാം? 8 ആണ് എന്ന് എഴുതാം. അതൊരു മെത്തേഡ് ഷോർട്ട് കട്ട്. ഇനി നിങ്ങൾ നോക്ക് 24 16. നമുക്ക് ചില സമയങ്ങളിൽ എന്ത് ചെയ്യില്ല, എപ്പോഴും ഷോർട്ട് കട്ടിന് നമ്മൾ വിശ്വസിക്കില്ല. അത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഷോർട്ട് കട്ട് എപ്പോഴും വേണമെന്ന് തോന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയണ മെത്തേഡാണ്, ഒരു മാർക്ക് കളയേണ്ട ആവശ്യമില്ല, റിസ്ക് എടുക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ചെയ്യുന്നു. സാധാരണ ചെയ്യുന്ന മാതിരി 24നെയും 16നെയും 12 ഇവിടെ ചെയ്താൽ 8. ഇനിയും ചെയ്യാലോ 2 കൊണ്ട് ചെയ്യുന്നു. എത്രയാ? 6 4. ഇനിയും ചെയ്യാലോ 2 കൊണ്ട് തന്നെ ചെയ്യാം. 3 2. ഇനി ചെയ്യണോ? ഇനി ചെയ്യാൻ പറ്റില്ല അല്ലേ. HCF ആണ് വേണ്ടത്. ഇനി ചെയ്യാൻ പറ്റില്ല. ഈ ഭാഗത്തുള്ളത് മാത്രമേ നമുക്ക് HCF ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എത്രയാ? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2. 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 എത്രയാ? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 എത്രയാ? 8. നമുക്ക് ഉത്തരം കിട്ടി അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് സിമ്പിളാണ് അല്ലേ. എന്താണ് കാണാൻ പറഞ്ഞത്? HCF ആണ് കാണാൻ പറഞ്ഞത്. HCF കാണാൻ നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി അല്ലേ. ഷോർട്ട് കട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ. എപ്പോഴും എന്ത് ചെയ്യുക, LGS പരീക്ഷ ആയതുകൊണ്ട് നമുക്ക് സമയം കിട്ടും എന്നുള്ളതുകൊണ്ട്, മാത്സ് ചെയ്യാൻ സമയം കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ നോർമൽ മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്താൽ കുഴപ്പമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കട്ടുകൾ ചില സമയങ്ങളിൽ നമുക്ക് തിരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്യാൻ നോക്കുക. എന്താ വെച്ചാൽ ഷോർട്ട് കട്ടിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ മാത്രം ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താ? റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ്. അപ്പോൾ തന്നിട്ടുള്ളത് ഞാൻ എഴുതാണ്. റാണിയുടെ വയസ്സ്, അതുപോലെ എന്താ പറഞ്ഞത് രവിയുടെ വയസ്സ്, അതുപോലെ എന്താ പറഞ്ഞിട്ടുള്ളത് സുമയുടെ വയസ്സ്. ഇത്രയാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇതിൽ തന്നിട്ടുള്ള എന്താ? സുമയുടെ വയസ്സ് 64 തന്നിട്ടുണ്ട്. സുമയുടെ വയസ്സ് 64 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നോക്ക്, രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ് എന്നാണ് പറഞ്ഞത്. രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 64ൻ്റെ ഒപ്പം 8 കൂട്ടിയാൽ എന്ത് കിട്ടും? രവിയുടെ വയസ്സ് കിട്ടില്ലേ. രവിയുടെ വയസ്സ് 64നോട് 8 കൂട്ടിയാൽ കിട്ടില്ലേ. 64നോട് 8 കൂട്ടിയാൽ എത്രയാ? 64 6 70 2 72 എന്ത് രവിയുടെ വയസ്സ്. ചോദ്യത്തിൽ നിന്ന് മനസ്സിലായല്ലോ. ഇനി എന്താ നോക്ക്, റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ് എന്നാണ് പറഞ്ഞത്. റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. അപ്പോൾ റാണിയുടെ വയസ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 72ന്ന് 10 കുറച്ചാൽ പോരെ. എത്രയായിരിക്കും ഉത്തരം? 62. ചോദ്യം എന്താ? റാണിയുടെ വയസ്സാ. ഉത്തരം എന്താ? ഓപ്ഷൻ ഡി 62. സിമ്പിളായിട്ട് ചെയ്തല്ലോ. എങ്ങനെ ചെയ്തത്? നമുക്ക് ആദ്യം ചോദ്യം ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് നോക്കി? തന്നത് എന്ത് നോക്കി? സുമയുടെ വയസ്സ് 64. സുമയുടെ വയസ്സ് 64. എന്താ പറഞ്ഞത്? രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ്. അപ്പോൾ രവിയുടെ വയസ്സ് എത്രയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? സുമയുടെ വയസ്സിനോട് 8 കൂട്ടിയാൽ മതി. 64നോട് 8 കൂട്ടിയപ്പോൾ 72 എന്ന് കിട്ടി. ഇനി നോക്ക്, എന്താ പറഞ്ഞത്? റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. അങ്ങനെയാണെങ്കിൽ റാണിയുടെ വയസ്സ് എത്രയായിരിക്കും? രവിയുടെ വയസ്സിനെക്കാളും 10 കുറവായിരിക്കില്ലേ. അപ്പോൾ 72ന്ന് 10 കുറച്ചു 62. അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില 26 രൂപയാണ്. പുസ്തകത്തിനും പേനയ്ക്കും കൂടി 26 രൂപയാണ്. അതുപോലെ പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 5 പുസ്തകവും 6 പേനയും വാങ്ങുന്ന ഒരാൾ എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം പേനയുടെ വില കാണണം, അതുപോലെ പുസ്തകത്തിൻ്റെ വിലയും കാണണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ഇത് എക്സ് വെച്ചിട്ട് ചെയ്യുകയാണ്. എക്സ് വയ്ക്കാതെയും ചെയ്യാം, പക്ഷേ ഞാൻ മനസ്സിലാകാൻ വേണ്ടി എക്സ് പറയുകയാണ് കേട്ടോ. പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത്, പുസ്തകത്തിൻ്റെ
വില എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുക. പുസ്തകത്തിൻ്റെ വില എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ പേനയുടെ വില എത്രയായിരിക്കും? പുസ്തകത്തിൻ്റെ വില എക്സ് ആണെന്നുണ്ടെങ്കിൽ പേനയുടെ വില എന്തായിരിക്കും? നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ് മൈനസ് 10 ആയിരിക്കില്ലേ എന്ത് പേനയുടെ വില? മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് രണ്ടും കൂടിയും കൂട്ടിയാൽ എന്താ? പുസ്തകത്തിൻ്റെ വിലയും പേനയുടെ വിലയും കൂട്ടി 26 പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് പ്ലസ്, അതായത് പുസ്തകത്തിൻ്റെ വില പ്ലസ് എക്സ് മൈനസ് 10 പേനയുടെ വില എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 26 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താ അറിയാം? എക്സ് പ്ലസ് എക്സ് മൈനസ് 10 നേരെ ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ? എക്സും എക്സും കൂട്ടിയാൽ എത്രയാ? 2x മൈനസ് 10 സമം 26. ഇക്വേഷൻ ഇങ്ങനെയായല്ലോ. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ എത്രയാ? 26 അവിടെ നിൽക്കട്ടെ. ഈ മൈനസ് 10 എന്തായി? അങ്ങോട്ട് പോവും അല്ലേ? എത്ര? പ്ലസ് 10 ആവും. സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 10 ആവും. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 2x എന്ന് പറഞ്ഞാൽ എത്രയാ? 36 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അപ്പോൾ 36/2 ആയിരിക്കും. എത്ര? 18. എക്സിൻ്റെ വില 18 ആണെന്നുണ്ടെങ്കിൽ പേനയുടെ വില എത്രയായിരിക്കും? അതായത് പുസ്തകത്തിൻ്റെ വില, പുസ്തകം 18 ആണെങ്കിൽ പേന എത്രയായിരിക്കും? 10 രൂപ കുറവല്ലേ? അപ്പോൾ എത്രയായിരിക്കും പേനയുടെ വില? 8 ആയിരിക്കും. പുസ്തകം 18 ആണെന്നുണ്ടെങ്കിൽ 10 രൂപ കുറവാണ്, പേനയുടെ വില 8 ആണ്. അപ്പോൾ പേനയുടെ വില നമുക്ക് എന്താ പറഞ്ഞത്? 5 പുസ്തകത്തിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5 പുസ്തകത്തിൻ്റെ വില 5 × 18 അല്ലേ? 5 × 18 എത്രയാ? 90. 5 × 18 90. ഇനി നമുക്ക് എന്താ പറഞ്ഞിട്ട്? 6 പേനയുടെ വില. 6 പേനയുടെ വിലയല്ലേ അടുത്തത് കാണേണ്ടത്? 6 പേനയുടെ വില എത്രയാ? 6 × 8 എത്രയാ? 8 48. ഇനി എന്താ നമുക്ക് കാണേണ്ടത്? ടോട്ടൽ എത്ര കൊടുത്താൽ മതി എന്നല്ലേ? അപ്പോൾ കൂട്ടിയാൽ പോരെ? 90 48 കൂട്ടിയാൽ എത്രയാ? 138 രൂപയാണ് എന്ത് ആകെ കൊടുക്കേണ്ടത്. 138 രൂപയാണ് എന്ത് ആകെ കൊടുക്കേണ്ടത്. ഇനി ഈ ചോദ്യത്തിൽ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ് ഒന്നും ഉപയോഗിക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഞാൻ പറയാം. ഈ ചോദ്യം ഇങ്ങനെ ആയിരിക്കണം, എന്നാലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എക്സ് വെച്ചിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് വെച്ചിട്ട് പറഞ്ഞു തന്നത്. നോക്കിക്കോ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി 26 രൂപയാണ്. ഒരു പുസ്തകത്തിനും ഒറ്റ എണ്ണം പാടുള്ളൂ കേട്ടോ. പുസ്തകത്തിനും പേനയ്ക്കും കൂടി എത്രയാണ്? 26 ഉള്ളൂ. പുസ്തകത്തിൻ്റെ പൈസയെന്ന്, അതായത് ഒരു പുസ്തകത്തിൻ്റെ പൈസയെന്ന് പേനയുടെ പൈസ എന്ന് പറയുന്നത് 10 ആണ്. ഇതാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? എക്സ് പ്ലസ് വൈ അതുപോലെ എക്സ് മൈനസ് വൈ എന്നുള്ള മെത്തേഡാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഇങ്ങനെയാണ് പുസ്തകത്തിൻ്റെയും പേനയുടെയും വിലയും കൂട്ടി 26, പുസ്തകവും പേനയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 10 ആണ്. ഇതേപോലൊരു ചോദ്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുസ്തകത്തിൻ്റെ വില, അതായത് കൂടുതൽ വിലയുള്ള പുസ്തകത്തിൻ്റെ വില കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടി കൂട്ടിയിട്ട് 26ഉം 10ഉം കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതിയാകും. 26ഉം 10ഉം കൂട്ടിയിട്ട് പകുതി എടുത്താൽ എന്ത് കിട്ടും? പുസ്തകത്തിൻ്റെ വില കിട്ടും. അത് എത്രയാ? 26 + 10 36. 36ൻ്റെ പകുതി 18. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് എന്താ? പേനയുടെ വില. പേനയുടെ വില കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 26 അല്ലേ? ഇവിടെ 26 അല്ലേ കൂട്ടിയാൽ കിട്ടുന്നത്? അതിന് എന്ത് ചെയ്യുക? വ്യത്യാസം എത്ര? അതാണ്ട് കുറയ്ക്കുക, /2 ചെയ്യുക. നേരത്തെ ചെയ്തില്ല ഒരു പ്രോബ്ലം, അതേ സാധനം തന്നെയായിട്ട് മാറി ഈ ചോദ്യം. അപ്പോൾ എന്ത് കിട്ടി? സംഖ്യകൾ കാണാണ് ഏതാണ്? അപ്പോൾ എത്രയാ? 16/2. 16/2 എത്രയാ? 8. അപ്പോൾ പേനയുടെ വില 8 എന്നും പുസ്തകത്തിൻ്റെ വില 18 എന്നും കിട്ടി. അപ്പോൾ നമുക്കറിയാം എന്ത്? 5 പുസ്തകത്തിന് എത്രയാ? 5 × 18 കൂട്ടണം. മൊത്തത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ 6 പേനയുടെ വില 6 × 8 ചെയ്താൽ പോരെ? 5 × 18 90 ആണ്. 90 കൂട്ടണം. 8 5 40 48. എത്രയാണ്? 138. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഈ പ്രോബ്ലം ചെയ്യാം കേട്ടോ. പക്ഷേ എക്സ് വെച്ചിട്ട് ചെയ്താൽ എന്താവും? തെറ്റില്ല. ഇത് നമുക്ക് നല്ല ലോജിക്ക് നമ്മൾ ബിൽഡ് ചെയ്തതിന് ശേഷം ചെയ്യുന്നൊരു രീതിയാണ്. നിങ്ങളെല്ലാവർക്കും ഇത് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യാം, നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. യെസ്, നമ്മൾ ചെയ്ത ചോദ്യം അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ചോദ്യം. 1 കൂട്ടണം 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8 കൂട്ടണം 1/16 കൂട്ടണം 1/32. എന്താണ്? 1 കൂട്ടണം 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8 കൂട്ടണം 1/16 കൂട്ടണം 1/32. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു?
നമ്മൾ ഇത്രയും ഭാഗം സെപ്പറേറ്റ് ആദ്യം ഒന്ന് ചെയ്യാണ് അല്ലേ. ആ ഒന്ന് അവിടെ നിൽക്കട്ടെ, ഒന്നിനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ ബാക്കി ഭാഗം ചെയ്യണോ? 1 ഇനി നോക്ക്, 1/2 കൂട്ടണം, 1/4 കൂട്ടണം, 1/8 കൂട്ടണം, 1/16 കൂട്ടണം, 1/32. എത്ര ഉത്തരം? എന്താണ് ഇത്? ഇരട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എത്ര ഉത്തരം അപ്പോൾ വരിക? ഛേദങ്ങൾ ഇരട്ടിയായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എത്രയായിരിക്കും ഉത്തരം വരിക? 2, 4, 8, 16, 32. ഇനി 64 ഉണ്ടെങ്കിലും എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ഏറ്റവും വലിയ ഛേദം എത്ര, അത് ഛേദമായിട്ട് എഴുതുക. 32 ഛേദമായിട്ട് എഴുതുക. ഇനി എന്താ മേലെന്ത് എഴുതേണ്ടത്? ഛേദത്തിൽ നിന്ന് 1 കുറച്ചത്. 1 എത്ര കുറച്ചാൽ 32 1 കുറച്ചാൽ 31. 1 കൂട്ടണം 31/32. എന്താണ് 1 കൂട്ടണം 31/32? എന്താ ചെയ്യണ്ടേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. 1 ഗുണിക്കണം 32 എത്ര? 32. കൂട്ടണം എത്ര ഇവിടെ ഉള്ളത്? 31 അല്ലേ. ഡിവൈഡഡ് ബൈ 32. 32 31 കൂട്ടിയാൽ എത്ര? 63 ഡിവൈഡഡ് ബൈ 32. ഏതാ ഉത്തരം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 63/32. നിങ്ങൾ ഒന്ന് നോക്കണേ. 1 കൂട്ടണം 31/32 ചെയ്യാൻ ഞാൻ കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത്? 1 എന്ന് പറഞ്ഞാൽ അതെന്താണ്? 32/32 തുല്യമാണല്ലോ. 1 എന്ന് പറഞ്ഞാൽ 28/28 തുല്യമാണല്ലോ. 1 എന്ന് പറഞ്ഞാൽ 10/10 തുല്യമാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ 31/32 ഛേദങ്ങൾ തുല്യമാണെങ്കിൽ ഡയറക്റ്റ് കൂട്ടാൻ സുഖമാണെന്ന് അറിയുന്നതുകൊണ്ട് നമുക്ക് ഈ 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 32/32 എന്ന് എഴുതാം. പ്ലസ് 31/32. ഇങ്ങനെ ചെയ്യാൻ കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ ഇങ്ങനെ ആക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഛേദവും കൂട്ടി നേരെ അതേപോലെ എഴുതി, ഛേദം തുല്യമായതുകൊണ്ട് അതേപോലെ എടുത്തെഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? അംശം കൂട്ടിയാൽ മതി. 32 31 63. ഓക്കെ ആണല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ നിങ്ങൾ നല്ല സ്പീഡായിട്ട് മാറും. ഓക്കെ ആണല്ലോ. നമ്മുടെ ഉത്തരം എന്താണ്? 63/32. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ഇനി നാളെ ഒരു ദിവസത്തെ ക്ലാസ്സും കൂടി നമുക്ക് ചെയ്യാം. എന്താ വെച്ചാൽ 23-ാം തീയതി പരീക്ഷ ആയതുകൊണ്ട് അന്ന് കൂടുതൽ നമ്മൾ ഇതെന്ന് ചെയ്യണമെന്ന് നമുക്ക് കൺഫ്യൂഷനാണ്. നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. എന്തായാലും നാളെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യും. അത് LGS സ്റ്റേജ് 1ൻ്റെ അതേ മോഡലിൽ, സെയിം ഡിറ്റോ അതേ മോഡലിലുള്ള ഒരു ചോദ്യ പേപ്പർ നമ്മൾ എന്ത് ചെയ്യും? മാത്സിൻ്റെ പ്രോബ്ലം നാളെ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ ആ ചോദ്യ പേപ്പറും കൂടി വന്നു കഴിയുമ്പോൾ നമ്മൾ 23-ാം തീയതി പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസൊക്കെ നമ്മൾ അത്യാവശ്യം എല്ലാ പ്രീവിയസും കൂടി ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 10-15 വീഡിയോസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 15 വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30-300 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു വീഡിയോയിൽ തന്നെ എത്ര 20 ചോദ്യം വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 300ഓളം ചോദ്യങ്ങൾ അന്ന് തന്നെ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നാളെ ലാസ്റ്റ് ഡേ ആക്കിയിട്ട് എന്ത് ചെയ്യാം? ലാസ്റ്റ് ഡേ എന്നല്ല, നാളെ മറ്റൊന്ന് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നാളെ അതിൻ്റെ അതേ മോഡലിൽ, ഡിറ്റോ അതേ മോഡലിൽ, LGS സ്റ്റേജ് 1ൽ നടന്ന അതേ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നാളെ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. താങ്ക് യു.